आगे से देखिए, ഞാനൊരു പ്രാവശ്യം വായിക്കാം, നോക്കിക്കോളൂ പുസ്തകത്തിൽ. पेन में कुछ स्याही बची थी, उसे स्याहिल ने ज़मीन पर छिड़क दिया. नई स्याही भरवाने के लिए दोनों दुकान पर पहुंचे. एक पेन स्याही भर दो, साहिल से पहले ही बेला ने दुकान वाले से कहा. बेटा, स्याही की बोतल अभी अभी खाली हो गई है, अब तो कल ही मिल पाएगी. लेकिन इसने तो पेन में जो स्याही दी उसे भी जमीन पर छिड़क दिया. बेला बोली. बादल को देखकर गड़े को नहीं डुलाना चाहिए, दुकान वाले भैया ने कहा और पूछा, कौन सी में पढ़ते हो? 5वीं में. साहिल ने ऐसे बुरे मन से बताया जैसे 5वीं में पढ़ना पाप हो. दोनों? दुकान वाले भैया ने कहा. हाँ, दोनों, और हम दोनों का सेक्शन भी एक ही है. ए. बेला ने ऐसे खुश होकर बताया जैसे ये कोई बहुत बड़ी बात हो. മുമ്പത്തെ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത് ബേലയും സാഹിലും തമ്മിലുള്ള സംഭാഷണമാണ്. എവിടെ അത് അവസാനിപ്പിച്ചത്? മുझे पेन में स्याही भी भरवानी है. ഫസ്റ്റ് ബെല്ലടിച്ചിട്ടുണ്ട്. അപ്പം സാഹിൽ പറഞ്ഞതാണ്, എനിക്ക് മഷി നിറക്കണം പേനയിൽ, അല്ലേ? അതിൻ്റെ ബാക്കിയാണ്, നോക്കിക്കോളൂ. പെൻമേ കുച്ച് സ്യാഹി ബച്ചി തി. പെൻമേ കുച്ച് സ്യാഹി ബച്ചി തി. ബച്ചിന ശേഷിക്കുക, ബാക്കിയാവുക. പേനയിൽ അല്പം മഷി ബാക്കിയുണ്ടായിരുന്നു. ഉസേ സാഹിലിനെ ജമീൻ പർ ചിടക്ക് ദിയ. ഉസേ അത്, അതിനെ സാഹിൽ എന്ത് ചെയ്തു? ജമീൻ പർ നിലത്തേക്ക്, ഭൂമിയിലേക്ക് ചിടക്ക് ദിയ, അത് തൂവിക്കളഞ്ഞു, അല്ലെ കുടഞ്ഞു കളഞ്ഞു എന്നൊക്കെ പറയാം, അല്ലേ? ആ പേനയിലുണ്ടായിരുന്ന മഷി കുടഞ്ഞു കളഞ്ഞു. ചിടക്ക് ദിയ. നൈ സ്യാഹി ബർവാനെ കെ ലിയെ ദോനോ ദുഖാൻ പർ പഹുഞ്ചെ. നൈ സ്യാഹി പുതിയ മഷി, ഭർവാനെ കെ ലിയെ നിറക്കുന്നതിന് വേണ്ടി, ദോനോ ദുഖാൻ പർ പഹുഞ്ചെ രണ്ടുപേരും കടയിൽ, പഹൂഞ്ചെ പഹൂഞ്ചന എത്തുക, പഹൂഞ്ചെ എത്തി. പുതിയ മഷി നിറക്കാൻ രണ്ടുപേരും കടയിൽ എത്തി. ഹലോ, ഫസ്റ്റ് ബെല്ലടിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ബെല്ലടിച്ചാൽ എങ്ങോട്ടാണ് ഓടേണ്ടത്? സ്കൂളിലേക്ക്. പക്ഷെ ഇവർ പോയത് കടയിലേക്ക്, അല്ലേ? നോക്കിക്കോ. एक पेन स्याही भर दो, साहिल से पहले ही बेला ने दुकान वाले से कहा. एक पेन स्याही भर दो. ദർത്തം ഏക് പെൻ സ്യാഹി ഭർ ദോ, ഒരു പേന മഷി നിറച്ച് തരൂ. സാഹിൽ സെ പഹലേ ഹി, സാഹിലിനേക്കാൾ മുമ്പ്, ആദ്യം തന്നെ, ബേലാനെ ദുകാൻ വാലെ സെ കഹ. ഹലോ, ആർക്കാണ് മഷി വേണ്ടത്? സാഹിലിന്. ആരാ ഇവിടെ പറഞ്ഞത് കടക്കാരനോട്? ബേല. സാഹിലിനേക്കാൾ മുമ്പ് ബേല കയറി അങ്ങോട്ട് പറഞ്ഞു, ഏക് പെൻ സ്യാഹി ഭർ ദോ, ഒരു പേന മഷി നിറച്ച് തരൂ. बैठा, स्याही की बोतल अभी अभी खाली हो गई है. बेटा, മക്കളെ, കടക്കാരൻ വിളിച്ചാണ്. സ്യാഹി കി ബോത്തൽ, ബോത്തൽ ബോട്ടൽ, ഇങ്ക് ബോട്ടൽ, മഷിക്കുപ്പി, അഭി അഭി, ഇപ്പോൾ, അബ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴാണ്, അല്ലേ? അഭി അഭി, ഇപ്പോൾ അങ്ങോട്ട്, കാലി ഹോ ഗയി ഹേ, തീർന്നു പോയിരിക്കുന്നു. മഷിക്കുപ്പി, വലിയൊരു കുപ്പിയിൽ മഷി ഇങ്ങനെ കൊണ്ടുവെക്കലാണ് പണ്ട് കാലത്ത്. എന്നിട്ട് അതിൽ നിന്ന് ഇങ്ങനെ പ്രോപ്പറിന്ന് ഉറ്റിച്ച് കൊടുക്കും, 5 പൈസയും 10 പൈസയും വാങ്ങിയിട്ട്. കടക്കാരൻ പറഞ്ഞു, കുട്ടികളെ, മഷിക്കുപ്പി ഇപ്പോൾ അങ്ങോട്ട് കാലിയായിട്ടേ ഉള്ളൂ. അബ് കൽ തോ മിൽ പായേഗി, ഇനി നാളെ കിട്ടുകയുള്ളൂ, ഇനി നാളെ കിട്ടാൻ തരമുള്ളൂ. കണ്ടില്ലേ നിങ്ങൾ? നല്ല രസമുള്ള സ്റ്റോറിയാണത്, കണ്ടോ? ഇനി നാളെ ലഭിക്കുകയുള്ളൂ. ലേക്കിൻ इसने तो पेन में जो स्याही दी उसे भी जमीन पर छिड़क दिया. ബേല ബോലി, ബേല പറഞ്ഞു. എന്ത്? ലേക്കിൻ, പക്ഷേ, ഇസ്നേത്തോ, ഇവനാണെങ്കിൽ, പെൻമേ ജോ സ്യാഹി ദി, പേനയിൽ എന്ത് മഷിയാണോ ഉണ്ടായിരുന്നത്, പേനയിൽ ഉണ്ടായിരുന്ന മഷി ജമീൻ പർ ചിടക്ക് ദിയ. ബേല. കടക്കാരൻ പറഞ്ഞു, ഇപ്പം അങ്ങോട്ട് കാലിയായിട്ടേ ഉള്ളൂ, ഇനി നാളെ നിങ്ങൾക്ക്
മഷി കിട്ടാൻ തരമുള്ളൂ. ഇവനാണെങ്കിൽ ഉണ്ടായിരുന്ന മഷിയും ഭൂമിയിലേക്ക് കുടഞ്ഞു കളഞ്ഞു. കണ്ടില്ലേ? ബേല ബേല ബോലി. ഇത് കേട്ടപ്പം ആരാ പറഞ്ഞത്? ബാദൽ കോ ദേഖ് കർ ഗഡെ കോ നഹി ഡുലാനാ ചാഹിയെ. ബാദൽ കോ ദേഖ് കർ, ബാദൽ കാർമേഘം, ദേഖ് കർ കണ്ടിട്ട്, കാർമേഘത്തെ കണ്ടിട്ട് ഗഡെ കോ നഹി ഡുലാനാ ചാഹിയെ. ഗഡ 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 എന്ന് പറഞ്ഞാൽ വലിയ കുടം, പാത്രം. ദുലാന, ദുലാന എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം എന്താണ്? അത് കമഴ്ത്തുക, മറിക്കുക എന്നൊക്കെ അർത്ഥമുണ്ട്. ഗഡെ കോ നഹി ഡുലാനാ ചാഹിയെ, കലം കമഴ്ത്തിക്കളയരുത്, കുടം മറിച്ച് കളയരുത്. ബാദൽ കോ ദേഖ് കർ ഗഡെ കോ നഹി ഡുലാനാ ചാഹിയെ, കാർമേഘത്തെ കാണുമ്പോഴേക്കും നിങ്ങൾ പാത്രം കമഴ്ത്തിക്കളയരുത്. കോൻ ബോല? ദുക്കാൻദാർ അല്ലേ? ദുക്കാൻ വാലെ ബയ്യാനെ കഹ, കടക്കാരൻ പറഞ്ഞു. അവർ പൂച്ച, എന്നിട്ട് പൂച്ച ചോദിച്ചു. കോൻസി മേ പഠത്തെ ഹോ, കോൻസി മേ പഠത്തെ ഹോ, എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? പാഞ്ചവി മേ, പാഞ്ചവി മേ, അഞ്ചാം തരത്തിൽ. സാഹിൽ ने ऐसे बुरे मन से बताया जैसे पांचवी में पढ़ना पाव हो. पांचवी में അഞ്ചാം തരത്തിൽ. സാഹിൽ ने ऐसे बुरे मन से बताया, എന്താ അർത്ഥം? ആരാത് പറഞ്ഞത്? സാഹിൽ. സാഹിൽ ഇങ്ങനെ ബുരേ മനസ്സേ ബതായ, ബുരാ മൻ ചീത്ത മനസ്സ് അല്ലേ? ചീത്ത മനസ്സോടുകൂടി പറഞ്ഞു. നന്നായി മനസ്സിലാക്കി കേട്ടോ, സ്റ്റോറി ശരിക്കും മനസ്സിലാക്കണം. സാഹിൽ ഇവിടെ പറഞ്ഞത് എങ്ങനെയാണ്? ബുരാമൻ, ഒരു ചീത്ത മനസ്സോട് കൂടി പറഞ്ഞു. എന്താ പറഞ്ഞത്? അഞ്ചാം ക്ലാസ്സിൽ. ജൈസെ പാഞ്ചിവിമേം പഠന പാവുഹോ, എപ്രകാരം വന്നാൽ ആ പറഞ്ഞല്ലോ, ആ പറഞ്ഞത് എങ്ങനെയാണ്? അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്നത് പാവുഹോ, പാവമാണ്. മനസ്സിലായില്ല? അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്നത് പാവമാണ് എന്ന രൂപത്തിൽ സാഹിൽ മറുപടി നൽകി. കിട്ടിയോ? ഇവിടെ നോക്ക്, ഈ സാഹിൽ എങ്ങനെ പറഞ്ഞതെന്ന് മനസ്സിലായിട്ടില്ല അല്ലേ? ഇവിടെ നോക്ക്, ഇവിടെ ഈ സംഭവം ശരിക്കും മനസ്സിലാവണം. ഫസ്റ്റ് ബെല്ലടിച്ചിട്ടുണ്ട്. സാധാരണ ബെല്ലടിച്ചാൽ നമ്മൾ എങ്ങോട്ടാണ് ഓടുക? സ്കൂളിലേക്കാണ് ഓടുന്നത്. പക്ഷേ ഇവർ ഓടിയത് എങ്ങോട്ടാണ്? ഷോപ്പിലേക്കാണ് അല്ലേ? എന്നിട്ട് അവിടെ ചെന്നിട്ട് സാഹിലല്ല പറഞ്ഞത്, ബേലയാണ് പറഞ്ഞത്. ഏക് പെൻ സ്യാഹി ബർദോ. എന്താ? ബേലക്ക് ബേജാറുണ്ട്, സ്കൂളിലെത്തണം, ബെല്ലടിച്ചിട്ടുണ്ട് അല്ലേ? സാഹിലിനെക്കാളും മുന്നേ ഏക് പെൻ സ്യാഹി ബർദോ. രണ്ടാളും ഇങ്ങനെ ബെല്ലടിച്ച് ആ ടെൻഷനിൽ അങ്ങനെ നിൽക്കുന്നത്. അതിലാണ് കടക്കാരൻ പറഞ്ഞത്, ബേട്ടോ സ്യാഹിക്ക് ഈ ബോട്ടൽ അബി അബി ഇപ്പം ഇങ്ങോട്ട് തീർന്നിട്ട് എളിഞ്ഞ് നാളെ കിട്ടുള്ളൂ എന്ന് പറഞ്ഞ്. എന്തായിരിക്കും സാഹിലിൻ്റെ അവസ്ഥ? നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. അതിൽ ബേല പറഞ്ഞില്ല, ഇവനാണ് ഉണ്ടായിരുന്ന മഷിയും ആ ഭൂമിയിൽ കളഞ്ഞു. എന്തായിരിക്കും സാഹിലിൻ്റെ ഒരു അവസ്ഥ? എന്നിട്ട് കടക്കാരൻ്റെ ഒരു ചോദ്യം, അയാളൊരു ഉപദേശം, കാർമേഘത്തെ കാണുമ്പോഴേക്കും കലം കമഴ്ത്തിക്കളയരുത്, എത്രയിലാണ് പഠിക്കുന്നതെന്ന്. അതിൽ സാഹിലിന് ഇങ്ങനെ അരിച്ചിങ്ങോട്ട് കയറിയിട്ടുണ്ട് അല്ലേ? സാഹിൽ പറഞ്ഞു, 5ാം ക്ലാസ്സിൽ. എന്താ തൻ്റെ 5ാം ക്ലാസ് പഠിക്കാൻ പറ്റൂലേ? അതാ പറഞ്ഞത്. പുരേ മനസ്സേ പതായ. ഇതിങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോഴാണ് മൂപ്പരുടെ ഒരു ചോദ്യം അല്ലേ? ഞാൻ 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്, എന്താ 5ാം ക്ലാസ് പഠിക്കാൻ പറ്റൂലേ? അതാണോ പറഞ്ഞത്? മനസ്സിലായ നിങ്ങൾ? ടെൻഷൻ അടിച്ചിട്ട് സാഹിൽ പറഞ്ഞു. കണ്ടാ? അപ്പോൾ പിടുത്തം കിട്ടിയോ? ബുരേ മനസ്സേ ബദായ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അതാണ്. കടക്കാരൻ ദോനോ ദുഖാൻ വാലെ ബയ്യാനെ കഹ. ദോനോ, നിങ്ങൾ രണ്ടുപേരും 5ലാണോ? കടക്കാരന് പ്രശ്നമൊന്നുമില്ല, ഇവർക്കാണ് ടെൻഷനും പ്രശ്നമൊക്കെ ഉള്ളത് അല്ലേ? ആ ദോനോ, നിങ്ങൾ 2പേരും 5ലാണോ? ഹാ ദോനോ, അതെ 2പേരും, ഞങ്ങൾ 2പേരും. और हम दोनों का सेक्शन भी एक ही है. എ എന്നുള്ള ഇംഗ്ലീഷിലെ എ ആണ്. ആ ഞങ്ങൾ 2പേരും, മാത്രമല്ല ഞങ്ങൾ 2പേരുടെയും സെക്ഷൻ, ഡിവിഷൻ ഏക് ഹി ഹെ, ഒന്ന് തന്നെയാണ്. എ
ഫിഫ്ത്ത് എ, ഞങ്ങൾ രണ്ടുപേരും 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ബേലാനെ ഐസെ കുഷ് ഹോക്കർ ബതായ. ഇതാരാ പറഞ്ഞത്? സാഹിലല്ല. ആരാ പറഞ്ഞത്? ബേല. ബേലാനെ ഐസെ കുഷ് ഹോക്കർ ബതായ. ബേല ഇങ്ങനെ സന്തോഷത്തോടു കൂടി പറഞ്ഞു. എന്ത്? ആ, നിങ്ങൾ രണ്ടുപേരും 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. മാത്രമല്ല നിങ്ങൾ ഒരേ ഡിവിഷനിലാണ് പഠിക്കുന്നത്. നിങ്ങൾ രണ്ടുപേരും 5 വളരെ സന്തോഷത്തോടു കൂടിയാണ് ബേല പറയുന്നത്. സന്തോഷത്തോടു കൂടി ബതായ ജൈസെ, എപ്രകാരം വന്നാൽ എങ്ങനെയാണോ പറഞ്ഞതെന്നറിയോ നിങ്ങൾക്ക്? യേ കോയി ബഹൂത്ത് ബഡി ബാത്ത് ഹോ. ഇത് കോയി ഏതോ ബഹൂത്ത് ബഡി ബാത്ത് ഹോ, എന്തോ ഒരു വലിയ കാര്യമാണെന്ന രീതിയിൽ ബേല. ബേലക്ക് സാഹിലിന് അത്ര ഇഷ്ടമാണല്ലേ, ഒരു ഭയങ്കര ഫ്രണ്ട്സാണ്. അപ്പോൾ ചോദിച്ചു, കടക്കാരൻ ചോദിച്ചു, നിങ്ങൾ രണ്ടുപേരും 5ാം ക്ലാസ്സിലാണോ? ആ, നിങ്ങൾ രണ്ടുപേരും 5ാം ക്ലാസ്സിലാണ്. മാത്രമല്ല നിങ്ങൾ രണ്ടാളും ഒരേ ഡിവിഷനിലാണ് അല്ലേ സാഹില്? കണ്ടോ, ചെറിയ കുട്ടികളുടെ നിഷ്കളങ്കമായ സ്നേഹത്തിൻ്റെ കഥയാണ് നമ്മളിതിൽ പഠിക്കുന്നത്. സാഹിൽ എങ്ങനെയാണ് അവിടെ നിൽക്കുന്നത് നിങ്ങൾ ഓർത്ത് വെച്ചോ. ഓർത്ത് വെച്ചോ. ബാക്കി സാഹിലിൻ്റെയും ബേലയുടെയും കഥ അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. ഇതുവരെ എടുത്തതിൽ എന്തെങ്കിലും സംശയങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. തൽക്കാലം ഇന്നത്തെ ക്ലാസ് നമ്മൾ അവസാനിപ്പിക്കുന്നു. സബ്കോ ബഹുത് ബഹുത് ശുക്രിയ.